പ്രഹ്ലാദ് ജോഷി, ഇന്ത്യയുടെ പുതിയ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. കഷ്ടപ്പെട്ട് സ്റ്റുഡൻസ് സമരമൊക്കെ ചെയ്തിട്ട് ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കിയപ്പോൾ അപ്പം അതിനെക്കാട്ടിയും വലിയ ശോകമായൊരു മനുഷ്യൻ ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ ഇപ്പോഴേ അറിഞ്ഞാണ് ആരാന്നുള്ളത്. നമുക്കറിയാം, വളരെ ഭയാനകമായ ബിൽക്കിസ് ബാനോ കേസിലെ പ്രതികളെ എന്താ പറയുക, ശിക്ഷ ഇളവിൻ്റെ പേരിൽ ഗുജറാത്ത് കോടതി വിട്ടയച്ച സമയത്ത് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എടുത്തു പറഞ്ഞ ഒരു മഹാനായൊരു മനുഷ്യനാണ് ഇയാൾ. കർണാടകയിൽ നിന്നുള്ള MP ആണ്, BJPൻ്റെ പ്രൊമിനൻ്റ് ആയിട്ടൊരു നേതാവാണ്. ഇപ്പോൾ ഇയാൾ വന്നിട്ട് ഇപ്പോൾ ഈ സിസ്റ്റം നന്നാവുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഈ BJPനെ മൊത്തത്തിൽ മാറ്റാതെ ഇതിന്നൊരു മോചനമൊന്നുമില്ല. ഇപ്പോൾ ഇയാൾ പോയ അടുത്ത ആൾ, ഇപ്പോൾ നിർമ്മല സീതാരാമനെ ഒഴിവാക്കിയ അടുത്ത നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരിനെ ഒഴിവാക്കിയ അടുത്ത നിതിൻ ഗഡ്കരി, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ മോദിനെ ഒഴിവാക്കിയ അടുത്ത യോഗി, അതിനെക്കാട്ടും വലിയ തലവേദന. ഇതാണ് അവസ്ഥ. എന്താ ഇപ്പോൾ ചെയ്യുക?